ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഷൈ ആണ്. പക്ഷെ എന്നാലും കുറേ ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്, ഈ വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ എല്ലാ പ്രവാസികളും ജോലിയെല്ലാം കഴിഞ്ഞ് വന്നാൽ ബാക്കിയുള്ള സമയം കിടക്കുക, ഇരിക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യുക, അത് കഴിക്കുക, പിറ്റേ ദിവസം വീണ്ടും റിപ്പീറ്റ്, അങ്ങനെയാണല്ലോ റൊട്ടീൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആവാനും പിന്നെ ഡെയിലി എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനും പിന്നെ നമ്മുടെ ലൈഫ് ടൈം ഇവൻറ്റ്സ് റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇതിനകത്തും എനിക്ക് മടിയാണ്. ഇപ്പോൾ ഇത് റെക്കോർഡൊക്കെ ചെയ്താലും ഇത് എഡിറ്റ് ചെയ്യാനും അതിന് വോയിസ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പോവും, അവിടെ പോയി വെറുതെ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്യും, വേറെ ആരെങ്കിലേക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എനിക്കുണ്ട്. അതുമല്ല, 2 ആഴ്ചയായിട്ട് നമുക്കെല്ലാവർക്കും ചില ദിവസങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസങ്ങൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ചില പ്രോബ്ലംസ് വരും, ചിലപ്പോൾ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ കുറച്ച് 2-3 വീക്കൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ള ഡേയ്സ് ആയിരുന്നു. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമുകൾ വന്നു. നമുക്കിപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ചുറ്റുമുള്ളവർക്ക്, നമുക്ക് പ്രിയപ്പെട്ടവർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് നമ്മളെ കൂടി മാനസികമായിട്ട് ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസൊക്കെ വന്ന്, അപ്പോൾ ഞാൻ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം എടുക്കും അതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് ബാക്ക് ടു നോർമൽ ലൈഫിലേക്കൊക്കെ വരാൻ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമൊക്കെ ബാഡ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും മടിയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാം നടന്നു പോകുന്നുണ്ട്. എനിക്ക് കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജോലി ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, വീട്ടിലെ കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ ഞങ്ങളുടെ 2പേരുടെ മീൻ ടൈം, ഇതെല്ലാം ഇതിൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാനൊന്ന് നോർമലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വോയിസ് ഓവർ, ഇപ്പോൾ ഞാനൊരു വീഡിയോസ് എടുത്തിട്ട് അതിന് വോയിസ് ഓവർ ചെയ്യുന്നത് ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് ഉള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വീക്ക് ഡേയിൽ, എല്ലാ ഡേയും എനിക്കിപ്പോൾ മൺഡേ ടു സൺഡേ 7 ഡേയ്സിൽ എൻ്റെ ഈ 7 ഡേയ്സും ഡിഫറെൻറ്റ് ഡേയ്സാണ്. കാരണം എൻ്റെ ഷിഫ്റ്റുകൾ, എൻ്റെ ഷുക്കൂറിൻ്റെ ഷിഫ്റ്റുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം, നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ വീട്ടിലൊക്കെ എല്ലാ ദിവസവും സെയിം ഡേ ആയിരിക്കും, സെയിം റൊട്ടീൻ. വീക്കെൻഡ് ആകുമ്പോൾ വലിയ റൊട്ടീനൊന്നുമില്ല, പക്ഷേ വീക്ക് ഡേയ്സിൽ സെയിം റൊട്ടീൻ. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെയല്ല. മൺഡേ ഒരു ദിവസം ഇന്ന കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ ട്യൂസ്ഡേ വേറെ രീതിയിലായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്. അപ്പോൾ ഇതൊരു വീക്ക് ഡേയിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഷുക്കൂറിനെയും വലിച്ചുകൊണ്ട് ഞാൻ പോയത് വീടിന് തൊട്ടടുത്തുള്ള ഒരു സെൽഫ് സർവീസ് കാർ വാഷ് സ്റ്റേഷനിലേക്കാണ്. ഇവിടെ എല്ലാ സൊസൈറ്റിയിലും ഇതുപോലെ 1 or 2 കാർ വാഷ് സ്റ്റേഷൻസൊക്കെ ഉണ്ടാകും. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ $5 to $15 ഈ കാണുന്ന മെഷീനിലൂടെ നമ്മൾ ക്യാഷായിട്ടോ കാർഡായിട്ടോ ഇൻസേർട്ട് ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ടർ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പിനും അതിൻ്റേതായ ടൈം പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ബാക്കപ്പ് പോകാൻ പറ്റില്ല. അപ്പോൾ സോപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കവിടെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകതരം ബ്രഷ് എല്ലാം കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം അതിന് റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി വാട്ടർ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനെല്ലാത്തിനും സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. പിന്നെ 2 ഓപ്ഷണൽ പ്രൊസീജിയറും കൂടിയുണ്ട്. ഒന്ന് ഫോം എന്ന് പറയും, പിന്നെ എയർ ഡ്രൈ എന്ന് പറയും. അതിനുശേഷം വണ്ടിയുടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്യൂം മെഷീൻ്റെ അടുത്തേക്കാണ് പോയത്. ഇതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം.
ഉള്ളിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളെല്ലാം അത് റിമൂവ് ചെയ്യുന്നതാണ്. പോരാത്തതിന് ഉള്ളിൽ എന്തെങ്കിലും ട്രാഷൊക്കെ ഉണ്ടെങ്കിൽ അത് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ബിന്നെല്ലാം അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഈ ജോലിയെല്ലാം ആണുങ്ങൾ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഷുക്കൂറിനാണെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ഇത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഇന്ന് 15 മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ച് പേയ്മെൻറ്റും ആയി. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി. പെട്ടെന്നൊരു ചായ കുടിച്ചിട്ട് ഞാൻ പോയത് എൻ്റെ മോർണിംഗ് ഷിഫ്റ്റിനായിരുന്നു. സെൽഫ് കാർ വാഷ് പോലെയുള്ള സർവീസുകളൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെങ്കിലും അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാമല്ലോ. സോ അങ്ങനെ ഒരു പുതിയ കാര്യം ഇന്ന് ചെയ്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്ക് നല്ലവണ്ണം ഉണ്ട്. പൊതുവേ ഞാൻ ഫസ്റ്റ് ബ്രേക്കും സെക്കൻഡ് ബ്രേക്കൊക്കെ അകത്ത് തന്നെ ഇരിക്കാറ് തണുപ്പുണ്ട്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു പുറമെ ഗാർഡനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്ത് വന്നിരുന്നത്. ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം ചെയ്യാനുള്ളതെന്ന് പ്ലാൻ ചെയ്യലാണ്. പിന്നെ കുറേ നേരം മനസ്സിൽ തന്നെ പറയും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ TV കാണൂ അല്ലെങ്കിൽ കിടക്കാനൊന്നും പോവില്ല, ഞാൻ വിചാരിച്ച കാര്യം എന്തായാലും ചെയ്യുമെന്ന് ഞാൻ കുറേ തവണ എന്നെ തന്നെ റിമൈൻഡ് ചെയ്യും. അപ്പോൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് നല്ല ജോലിയുണ്ട്. വേറെ ഒന്നുമല്ല, 1.5 ആഴ്ചയായിട്ട് തുണികളൊന്നും അലക്കിയിട്ടില്ല. കാരണം ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ ചെന്ന ഉടനെ എല്ലാം വാരിയെടുത്തുകൊണ്ട് ഞാൻ അടുത്തുള്ള ലോണ്ട്രി സർവീസിലാണ് പോയത്. ഇതും കാർ വാഷ് പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലോത്തിൻ്റെ ഭാരം അനുസരിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ഇവിടെയും നമുക്ക് ക്യാഷോ കാർഡോ ഉപയോഗിച്ച് പേ ചെയ്യാം. ഓരോ ലോണ്ട്രി മെഷീനും വാഷിങ്ങിന് 45 മിനിറ്റ്സ് എടുക്കുന്നതുകൊണ്ട് വീട്ടിലേക്ക് ഒരു ചെറിയ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ വാഷിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു. $9 ആയിരുന്നു ഒരു ഡ്രയറിന്. അപ്പോൾ ഞാൻ ഫുള്ളി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും അവിടുന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വാഷിങ്ങിന് നല്ലൊരു ടൈം എടുത്തായിരുന്നു. വന്നപ്പോഴത്തേക്കും നല്ല ടയേർഡ് ആയതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങി. ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. വിളിച്ചത് എൻ്റെ കൂട്ടുകാരി ചിന്നു ആയിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ്, മാടമ്പള്ളിയിലുള്ള ഫ്രണ്ട്സെല്ലാം പുതിയ വീട്ടിലേക്ക് താമസം മാറാണ്. അപ്പോൾ ചിന്നു അവിടെ പോകുന്നുണ്ട്, ഞാൻ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ തന്നെ ഒന്നും ചെയ്യാതെ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഞാൻ വേഗം തന്നെ കുളിച്ച് റെഡിയായി. അപ്പോൾ അവൾ ട്രെയിനിലാണ് ജീലോങ്ങിന് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ട് ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ച് ഞാൻ അവളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സത്യം പറഞ്ഞാൽ ഇവർ വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടിയൊക്കെ ഇന്നലെ ആയിരുന്നു. ഇന്നലെ വരാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ ഇവർ പുതിയ വീട്ടിലേക്ക് മൂവ് ചെയ്യുമല്ലോ. അവിടെ ചെന്നപ്പോൾ വലിയ ഓളമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ക്ഷീണമാണ് എല്ലാവരും ടയേർഡൊക്കെ ആണെങ്കിൽ നമ്മുടെ ആൻസിമോൾ അവിടെ തുള്ളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടു. ആളുടെ കൈ ഞാൻ കാണിക്കാം, പക്ഷെ ഞാൻ ആരാണെന്ന് ആൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇവിടെ വന്നാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ കഴുത കളിക്കാൻ വേണ്ടി നിർബന്ധിക്കും. പക്ഷെ ഇത് കളിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും കഴുത കളിക്കുമ്പോൾ ഞാനവിടെ മാറിയിരിക്കാറാണ് പതിവ്. യൂനോ തന്നെ ഞാൻ 1-2 വർഷം എടുത്തിട്ടാണ് പഠിച്ചെടുത്തത്. പിന്നെ ഇതെപ്പോഴും ഇവരെന്നെ പഠിപ്പിച്ച് തരാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും മറന്നു പോകും. കുഞ്ചാക്ക ബോബനെ പോലെ ഇരിക്കുന്ന ചെക്കനാണ് എൻ്റെ ഫ്രണ്ട് ബാല. ഇവനെന്തോ കള്ളക്കളിയൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇതെല്ലാം. ഇവനെ ഞാൻ കുഞ്ചാക്ക ബോബെന്നും ഇവൻ എന്നെ റിയാസ് ഖാൻ എന്നുമാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ ചാനൽ തുടങ്ങി പിന്നെ ആളെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. എല്ലാവരും കഴുത കളിക്കുന്നതുകൊണ്ട് ഞാൻ പതിയെ സൈഡായി. കാരണം എനിക്കൊരു അസൈൻമെൻറ്റ് ഇന്ന് രാത്രി വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതായിരുന്നു. അപ്പോൾ അധികം ഡിസ്റ്റർബിങ് അല്ലാത്ത ബാക്ക് യാർഡിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ഭയങ്കര തണുപ്പും പിന്നെ എനിക്ക് തടിയായതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ നിലത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ അവിടുന്ന് നേരെ നമ്മുടെ ഫ്രണ്ട് ജോയിച്ചേട്ടൻ്റെ റൂമിൽ
ഇരുന്ന് അസൈൻമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ റൂമിൽ നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. ആൾ ജോലിക്ക് പോയേക്കാണ്. സോ ഞാൻ ആളോട് വിളിച്ച് പറഞ്ഞിട്ടാണ് റൂമിൽ കയറി എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. ഒരു 3 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ചാർജ് ചെയ്തിട്ടാലേ അത് സ്പീഡിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ ചെയ്തതായിരുന്നു എല്ലാം. പിന്നെ ഒരു 45 മിനിറ്റ്സൊക്കെയാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ എല്ലാവരും ഒരു മൂവിയൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ ബാക്കി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഐസൊക്കെ ഇട്ട് ഇന്നലെ പാർട്ടിയിൽ ബാക്കി വന്ന കോക്കൊക്കെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ചിയേഴ്സൊക്കെ അടിച്ച് കുടിച്ച്. ഇതൊക്കെ ഞങ്ങളുടെ ഷോ ഓഫാണ് കേട്ടോ. ഇന്നലെ രാത്രി ലെഫ്റ്റ് ഓവർ വന്ന ഒരു കേക്ക് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. തീരാറായതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ചിന്നും ഇറങ്ങി. കാരണം ആൾക്ക് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്താനുള്ളതായിരുന്നു. കുറച്ചധികം ദിവസം നീണ്ടു നിന്ന മൂഡ് സ്വിങ്ങിന് ശേഷം ഞാൻ എന്തായാലും ഇന്ന് ബാക്ക് ടു നോർമൽ ആവുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും പഴയ സ്ഥിതിയിലെത്തിയെങ്കിലും ചിന്നുയുടെ ഒരു കോളായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരണം. നാട് വിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ സംസാരിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ ആളുകളില്ലാണ്ടാവുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൊക്കെ പെടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. ഫ്രണ്ട് പോയതിന് ശേഷം ഷുക്കൂർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ശേഷം പുള്ളീനെ പിക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.